പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊന്നും അറിയാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ കള്ളൊഴിച്ചുണ്ടാക്കുന്നൊരു കള്ളപ്പം, അതും റാഗി പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. 1 കിലോ റാഗി, 1 കിലോ റാഗിപ്പൊടി, പിന്നെ വലിയൊരു നാളികേരത്തിന് പകുതി മുറി നാളികേരം, പിന്നെ 1 കിലോ ശർക്കര, പിന്നെ 1 കപ്പ് അല്ല 1 ഗ്ലാസ് കള്ള്, കഷ്ടി മുഴുവല്ല കള്ള്. ആദ്യം ഇത് കൂടി നമ്മൾ നാളികേരപ്പാലല്ല ചെയ്യണത്, നാളികേരം അരച്ചൊഴിക്കുക ചെയ്യണത്. പാല് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ നാളികേരം അരച്ചിട്ട് ഉണ്ടാക്കുന്നു, പാല് പിഴിയാണ്ട്. പിന്നെ ഈ മുഴുവൻ റാഗി നമ്മൾ കഴുകിയിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ്. അപ്പൊ അതിന്റെ ഒരു കച്ചവടം കൂടിയിട്ടുണ്ട് ഞങ്ങക്ക്. അപ്പൊ 1 കിലോ വേണം. അതിന് തന്നെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയൊരു മുറി നാളികേരത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. വലിയൊരു നാളികേരത്തിന്റെ പകുതി മുറി. വലിയൊരു നാളികേരത്തിന്റെ പകുതി. ഓക്കെ ഓക്കെ, കറക്റ്റ്. അപ്പൊ നമുക്ക് വറുത്ത് തുടങ്ങാം. ആദ്യം ഇന്ന് കൂട്ടി വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം. ഇന്ന് രാത്രി കൂട്ടി വെക്കാം. അപ്പൊ നമ്മൾ ഇത് ഇന്ന് കൂട്ടി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ആദ്യം മിക്സിയിൽ കുറേശ്ശെ കൂടുതലാണ്. പിന്നെ ശർക്കര ഉരുക്കി ചൂടാറുന്നുണ്ട്. എന്നിട്ട് കള്ളും ശർക്കരയും കൂടി ചൂടുള്ളതല്ല, ബുദ്ധിമുട്ട് പാടില്ലല്ലോ. അപ്പൊ അടിക്കാൻ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോ പ്രശ്നമാകും. അത് അല്ല, ഇത് രണ്ടും വിഷാവില്ലേ, ചൂടുള്ള ശർക്കരയും പിന്നെ കള്ളും കൂടി ആകുമ്പോ. അപ്പൊ നമ്മൾ അത് കള്ളു വെച്ചായിരിക്കും. ഇനി അടിച്ചു നോക്കുക, എന്നിട്ട് നനച്ചെങ്കിൽ ആ വെള്ളം ഒഴിക്കാം. കഞ്ഞിപ്പുല്ല് ഇങ്ങനെയൊക്കെ പല പേരിലും നമ്മുടെ ഈ പൊടിയെ അറിയപ്പെടുന്നുണ്ട്. കുറച്ച് ശർക്കര പാനി ഒഴിക്കാം. അപ്പൊ അതില് കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കാൻ പോവുകയാണ്. നാളികേരം അരിഞ്ഞു. ഇതിപ്പോ ഏത് രൂപത്തിലാണ്? നമ്മൾ കിണ്ണത്തില് ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അതോ കിണ്ണത്തിൽ ഒഴിച്ചിട്ട്? അപ്പൊ നമ്മൾ അന്ന് ഉണ്ടാക്കിയത് അന്ന് നമ്മള് ആലപ്പുഴയ്ക്ക് പോയില്ലേ, കൈനഗിരി സാറിന്റെ ഹോസ്പിറ്റലില്, അന്ന് ഉണ്ടാക്കിയത് നമ്മള് ഇഡ്ഡലി പോലെ. അത് നമ്മള് രാവിലെ പുലർച്ചെ പോയി, അപ്പൊ വേഗം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇഡ്ഡലി പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അല്ല, അത് സൗകര്യം, ആൾക്കാർക്ക് ഓരോന്ന് എടുത്ത് കൊടുക്കല്ലേ വേണ്ടോ. അന്ന് നമ്മളെല്ലാവർക്കും മുറിച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ അടുത്തതായിട്ട് വീണ്ടും നമ്മള് നാളികേരം രണ്ടാമത്തെ പ്രാവശ്യം അടിച്ച് നമ്മള് ഒഴിച്ചു. അപ്പൊ നമ്മള് അന്ന് ഇതുപോലെ തന്നെ നമ്മള് സാറിന്റെ കൈനഗിരിയിലെ പ്രകൃതി ചികിത്സാലയത്തിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി. അതുണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി പോലെയാണ് ഉണ്ടാക്കിയത്. അത് കാരണം എല്ലാവർക്കും വരുന്നവർക്കും പോണവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതൊരു മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അഷ്ടമുടിക്കായലിലൂടെ നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്തത്. അത് 2 പ്രാവശ്യം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത്. എന്തൊരു നല്ലൊരു യാത്രയായിരുന്നു അത്. സാറിന്റെ കൂടെ സാറുണ്ട്, അവിടുത്തെ സ്റ്റാഫ്, പിന്നെ ചെണ്ടമേളം, തൃശ്ശൂർ കോടന്നൂർ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായ തോമസിന്റെ ഭാര്യ, തോമസിന്റെ ചേട്ടനായ ഇവരെല്ലാം കൂടിയിട്ടാണ് നമ്മള് പോയിരുന്നത്. തോമസ് വരുമ്പോ ഒരു ചെണ്ട വാടക എടുത്തിരുന്നു. അത് കൊട്ടിയിട്ട് ചെണ്ട ആദ്യമായിട്ട് കൊട്ടി പഠിക്കാനുള്ള ശ്രമം നമ്മൾക്ക് യാത്ര അവസാനിച്ചു. അതൊരു നഷ്ടമായി പോയി. അങ്ങനെ അയാൾ കാലത്ത് ഇവിടുന്ന് പുലർച്ചെ പോയിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയത്. വൈകുന്നേരം രാത്രി 12 മണി ഉണ്ടാവും വീട്ടിലെത്തുമ്പോ. അതൊരു മറക്കാൻ പറ്റാത്ത യാത്രയാണ്. ഇനിയിപ്പോ
ഇന്നൊന്നും നമ്മൾ പോകാൻ പറ്റില്ല. പോണെന്നുള്ള ആഗ്രഹിക്കില്ല. പിന്നെ പോയാലും നമുക്ക് കുഴപ്പമില്ല. സാറിന്റെ ഹോസ്പിറ്റലിൽ നിൽക്കാം. പിന്നെ ചെലവുകളൊന്നും ഇല്ല സാറിന്റെ. അവിടെ എത്താനുള്ള ഫണ്ട് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പോണെന്നുള്ള ആഗ്രഹിക്കില്ല. തൽക്കാലം ആ മോഹം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചെറിയ സാമ്പത്തിക പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി സാമ്പത്തികം വരുമ്പോൾ ദൈവത്തിന് സഹായം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു യാത്ര അങ്ങോട്ട് തിരിക്കും. അപ്പൊ നമുക്കിത് കലക്കി അതിന്റെ അളവ് ഒരു പ്രത്യേക സ്മെല്ലാണ് റാഗി കൊണ്ട് നമ്മൾ. ഏലക്കായും ജീരകമൊക്കെ നാളെ ഉണ്ടാക്കുമ്പോ ഇടും. അത് മതി. അല്ല ഇതിന്റെ സ്മെല്ല് പ്രത്യേക ഒരു ടേസ്റ്റ് ആണിത്. നല്ല സ്മെല്ല്. അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് മധുരം എങ്ങനെയുണ്ട് നോക്കട്ടാ. ഇത് കുടിക്കാനൊരു ടേസ്റ്റാണിത്. അത് ഞാൻ കള്ളപ്പായാലും കിണ്ണത്തപ്പായാലും ഞാൻ കുറുക്കി വയ്ക്കുമ്പോൾ ഒരു കുടിയുണ്ട്. ചെറുപ്പം മുതലുള്ള ശീല. ഇത് നാളേക്ക് പൊന്തി വരും. അതെല്ലാവർക്കും അറിയാവുന്നതാണ് കള്ള ഒഴിച്ച കാരണം. ഇനി ഏലക്കായും ജീരകവും നാളെ ഇടാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇന്നലെ പൊളിച്ച കള്ളും റാഗിപ്പൊടി എല്ലാം കൂടി പൊളിച്ച് അവനന്ന് അപ്പം ഉണ്ടാക്കാനുള്ള പാകത്തിന് പൊന്തി വന്നിട്ടാ. അപ്പൊ നമ്മളിനി ഇതിലേക്ക് ഏലക്കായും ജീരകവും അതൊക്കെ നമ്മള് ഏലക്കായ പൊടിച്ചതും ജീരകവും രണ്ടും പൊടിച്ചിട്ടുണ്ട്. ഇളക്കി അവനെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മള് ഓരോ പ്ലേറ്റില് കുറച്ച് എണ്ണ പറ്റിയിട്ട് ഇതില് ഞാൻ 3 പ്ലേറ്റ് കഴുകി വെച്ചിട്ടുള്ളൂ. അല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ അത് എടുക്കാം. എന്നിട്ട് ഇതിനെ ഒഴിക്കാം. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാല് ഒന്ന് ചൂടാറുമ്പോഴേക്കും അപ്പൊ നമുക്ക് എണ്ണ പറ്റുന്നു. പിന്നെ 2 കയ്യിൽ ഒഴിക്കില്ല. നോക്കട്ടെ, ഒഴിച്ച് നോക്കട്ടെ. 2 കയ്യിൽ ഒഴിച്ചോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു പാത്രം ഫുള്ളായിട്ട് നമുക്ക്. അല്ല ഇത് പൊന്തി വരും. വെളിച്ചെണ്ണ പോലെ കള്ളപ്പം, മറ്റേ കള്ളപ്പം കിണ്ണത്തപ്പം പോലെ ഉള്ളത്. ഒരു കയ്യിൽ കൂടി വെച്ചോ. 2 കയ്യിലാണ് നമ്മള് കള്ളപ്പത്തിന്റെ കിണ്ണത്തിലേക്ക് ഒഴിച്ചുള്ളത്. അപ്പൊ 3 പ്ലേറ്റ് നമ്മള് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കള്ളപ്പം ഇത് ഇതിന്മേ ഒട്ടി കഴിഞ്ഞാൽ വെന്തിട്ടില്ല. ഒട്ടാണ്ട് പോന്നു കഴിഞ്ഞാൽ വെന്തു. അങ്ങനെയാണ് നമ്മൾ ഇതിന് ഇത് ഏത് അപ്പത്തിനുള്ള അപ്പൊ നമ്മള് 2 കയ്യിൽ വെച്ചു ഫുള്ള് കിട്ടി. കണ്ട 2 കയ്യിൽ വെച്ചാൽ ഇതിന് പറ്റിയ പാത്രം നമ്മൾ ഈ സ്റ്റീൽ കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ നമ്മളിത് കുറച്ചു നേരം ചൂടാറാൻ വെക്കും. എന്നിട്ട് വേണം അടച്ചെടുക്കാൻ. അപ്പൊ രണ്ടാമത്തെ പ്ലേറ്റ് അടുപ്പത്ത് കയറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ അതിപ്പോ കയറ്റിക്കും. ഇനി ഇത് ചൂടാറിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യണം. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ല അതിൻ്റെ ഒരു കളറ്. ഇത് ചോക്ലേറ്റ് കേക്ക് പോലെ തോന്നില്ല. എന്നാൽ അതല്ല, ഇത് കള്ളപ്പാണ്. റാഗി കൊണ്ട് ഉണ്ടാക്കി കള്ളപ്പം. അപ്പൊ നമ്മള് ഈ കണ്ടില്ലേ ഇത് നോക്ക്. ഇതിനെ പിന്നെ ഇത് അടിയിലെ എണ്ണ പറ്റാൻ കാലേ ഇതിങ്ങനെ പെട്ടെന്ന് പോരും. കണ്ട ശരിക്കെടുക്കുക. കണ്ട. അപ്പൊ നമ്മൾ ഈ എണ്ണ പറ്റിയാലേ ഗുണം ഇതാണ്. പെട്ടെന്ന് അടങ്ങും. ഇത് കുറച്ച് ചൂടുള്ള കാരണത്തിൽ താമസം. ഇത് വളരെ ലൂസായി ഉണ്ടാവും. നോക്കി നോക്കാം. അങ്ങനെ ചെരിച്ച് തക്കുക. ഇത് കുറച്ച് അതിനകത്ത് മുന്നേ ഉണ്ടാക്കിയതാ. അത് കാരണം ഇത് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് മുറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്ലേറ്റ് പിടിക്കും. പക്ഷേ
നല്ല അതിൻ്റെ മണം കണ്ടിന് കേക്ക് പോലെ ഒന്നുമില്ല കണ്ടാ പിന്നെ അതുണ്ട് ചോക്ലേറ്റിൻ്റെ കളറാ കയറുന്നു അതാണ് കള്ളം കുടിച്ചിട്ട് കള്ളല്ല കുടിക്കുന്നത് കള്ളപ്പം തന്നെ കയറുന്നോ ആ കഷ്ണം ഈ കള്ളപ്പം ഇഷ്ടമാണോ പാകത്തിനുള്ള മധുരമുള്ള അളവ് കറക്റ്റായ മധുരം കറക്റ്റാവും അത് കൂടുമ്പോഴാണ് നല്ല സോഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഇത്രയും നല്ല ഡിഷാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം ഞങ്ങൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ.